സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും രാഷ്ട്രീയ വൃത്തങ്ങളെയും ഒരുപോലെ ചൂടുപിടിപ്പിക്കുന്ന ഒരു സുപ്രധാനമായ വാർത്തയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സർവകലാശാല വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇപ്പോൾ വൻ വിവാദം പുകയുകയാണ്. RSS പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിനെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. പരിപാടിയിൽ പങ്കെടുത്ത 3 വൈസ് ചാൻസലർമാരും തങ്ങളുടെ നടപടിയിൽ കേരളത്തോട് പരസ്യമായി മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി കർശനമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ തലപ്പത്തിരിക്കുന്ന വൈസ് ചാൻസലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് പദവിക്ക് നിരക്കാത്തതും അതീവ ഗുരുതരവുമായ വീഴ്ചയാണെന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആകെ അപമാനം ഉണ്ടാക്കുന്നതാണ് ഈ നടപടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. നമ്മുടെ നാടിന്റെ മഹത്തായ വിദ്യാഭ്യാസ സംസ്കാരത്തിന് വിരുദ്ധമായാണ് VC-മാർ പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. RSS ശതാബ്ദിയുടെ ഭാഗമായി സംസർഗ് ചാലക് മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിലാണ് VC-മാർ അതിഥികളായി പങ്കെടുത്തത്. ഈ നടപടി കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും ഒട്ടും നിരക്കാത്തതാണെന്ന് മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചു. ഒരു സർവകലാശാലയുടെ അക്കാദമിക സ്വയംഭരണത്തെയും മതേതരത്വത്തെയും തകർക്കുന്നതാണ് ഇത്തരം നിലപാടുകളെന്ന് അദ്ദേഹം ഓർപ്പിച്ചു. സമൂഹത്തിൽ ഏറെ ആദരിക്കപ്പെടുന്ന ഒരു പദവിയുടെ വിലയാണ് ഇവർ ഇല്ലാതാക്കിയത്. കേരള പൊതുസമൂഹത്തിന് വൈസ് ചാൻസലർ പദവിയോട് വലിയ രീതിയിലുള്ള ബഹുമാനവും ആദരവുമുണ്ട്. എന്നാൽ ഈ അന്തസ് മുഴുവൻ കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിന്റെ പരിപാടിയിൽ അവർ പോയി പങ്കെടുത്തതെന്ന് VD സതീശൻ തുറന്നടിച്ചു. ഇത്തരം ഉന്നത പദവികളിൽ ഇരിക്കുന്നവർ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിന്റെ മാത്രം വക്താക്കളായി മാറുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെയ്തു തെറ്റ് തിരുത്താൻ VC-മാർ തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ കർശനമായ ആവശ്യം. സർവകലാശാലയുടെ അന്തസ്സ് തരം താഴ്ത്തിയ ഈ 3 വൈസ് ചാൻസലർമാരും തങ്ങളുടെ ഗുരുതരമായ വീഴ്ചയ്ക്ക് കേരള സമൂഹത്തോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ വർഗീയ ചേർത്തിരിവുകളിലേക്ക് തള്ളിവിടാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്നും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ VC-മാർക്ക് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം ഓർപ്പിച്ചു. കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തു നിന്നുണ്ടായ ഈ നീക്കത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഭരണകൂടം സ്വീകരിക്കുന്നത്. വർഗീയതയോടും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളോടും സർക്കാർ പുലർത്തുന്ന സമീപനം എന്താണെന്ന് മുഖ്യമന്ത്രി പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഏതു തലത്തിലുണ്ടാകുന്ന വർഗീയ നീക്കങ്ങളിലും കർശനമായി ചെറുക്കുമെന്ന് ശക്തമായ മുന്നറിയിപ്പാണ് VD സതീശൻ നൽകുന്നത്. വർഗീയത പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം നടപടികൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ ഒരു തരത്തിലും സർക്കാർ അംഗീകരിക്കില്ലെന്നും അത് വെച്ചുപൊറുപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. നാടിന്റെ മതേതര ഘടനയ്ക്ക് പോറലേൽപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിരോധം ഉണ്ടാകുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്ന 3 വൈസ് ചാൻസലർമാരാണ് RSS തലവൻ പങ്കെടുത്ത ചടങ്ങിൽ അതിഥികളായി എത്തിയത്. ഈ RSS തലവൻ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന ഈ തന്ത്രപ്രധാനമായ ചടങ്ങിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട അതിഥികളായാണ് VC-മാർ എത്തിയത്. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമൽ, മലയാള സർവകലാശാല VC ഡോക്ടർ CR പ്രസാദ്, MG സർവകലാശാല VC പ്രൊഫസർ D മാവൂത്ത് എന്നിവരാണ് RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രഭാഷണ സഭയിൽ പങ്കെടുത്തത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ ഒരു വർഗീയ സംഘടനയുടെ വേദി പങ്കിടുന്നതിലൂടെ പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. കേവലം ഒരു സാംസ്കാരിക പരിപാടി എന്നതിനപ്പുറം കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുള്ള ഒരു സംഘടനയുടെ ചടങ്ങിൽ അതും ക്ഷണിക്കപ്പെട്ട അതിഥികളായി 3 VC-മാർ ഒന്നിച്ച് പങ്കെടുത്തത് യാദർച്ഛികമല്ലെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് അവർ കൂട്ടുനിൽക്കുകയാണോ എന്ന സംശയം ശക്തമാക്കുന്നതാണ് VC-മാരുടെ ഈ നടപടിയെന്നും ഇതിനെതിരെ കടുത്ത അമർഷമാണ് സർക്കാരിനുള്ളതെന്നും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇതിനകം തന്നെ വിവിധ ഭരണനയപരമായ തർക്കങ്ങളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് VC-മാരുടെ ഈ RSS വേദി പങ്കിടൽ പുതിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴി തുറന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ VC-മാർക്കെതിരെ പരസ്യമായി രംഗത്തെത്തുകയും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളും രാഷ്ട്രീയ ചർച്ചകളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.